സ്പോണ്ടിലിസ് അതിൻ്റെ റിയാക്ഷൻ ആയിട്ടായിരുന്നു, അതിൻ്റെ സിംറ്റംസ് ആയിട്ടായിരുന്നു എനിക്ക് ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കുറേ നാൾ ഫിസിയോതെറാപ്പി ചെയ്തിട്ടാണ് അത് മാറിയത്. എൻ്റെ കൂടെ ഞാൻ ഗെയിംസ് കളിച്ചു, ബാഡ്മിൻ്റൺ കളിച്ചു, അങ്ങനെയൊക്കെയാണ് അത് കുറഞ്ഞു വന്നത്. പിന്നെ ഞാൻ കുറേ കൂടെ കോഷ്യസായി. അപ്പം ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ താഴോട്ട് വെച്ചിട്ട് കുഞ്ഞുങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവരോട് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിച്ചു തരത്തില്ല. പക്ഷേ പറ്റുമെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചിട്ട് ഇതിനെ ഈ ഒരു ലെവലിൽ പൊക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന് നേരെയെങ്കിലും വെച്ചിട്ട് കാണുക. എന്താ അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിനേക്കാളും ഭയങ്കര ഭാരമാണ് തലയ്ക്ക്. ഈ കഴുത്തിന് ഒരുപാട് കുനിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ഭാരം ഹോൾഡ് ചെയ്യാൻ, അതായത് ഇങ്ങനെ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇപ്പം നോക്കുവാണ് സാധാരണ രീതിയിൽ, അപ്പോൾ അതൊക്കെ ഒരു 45 ഡിഗ്രി താഴോട്ട് നോക്കി കഴിയുമ്പം അത്രയും ഭാരമാണ് കഴുത്തിന് സ്ട്രെയിനായി എടുക്കേണ്ടി വരട്ടെ നമ്മുടെ തലയുടെ. അതായത് ഒരു 40-45 ഡിഗ്രി നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഏകദേശം 24 കിലോ 20 കിലോ വെയിറ്റാണ് ഈ കഴുത്തിന് സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നത്. ആംഗിൾ മാറുമല്ലേ, ഇങ്ങനെ നിൽക്കുമ്പോൾ എടുക്കേണ്ട കഴുത്തിന് പറ്റി കുഴപ്പമില്ല. ഇങ്ങനെ ആകുമ്പോൾ കുറേ വെയിറ്റ് സ്ട്രെയിൻ കൂടും, ഇങ്ങനെ ആകുമ്പോൾ വീണ്ടും കൂടും, ഇങ്ങനെ ആകുമ്പം നല്ലോണം കൂടും. കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം നല്ല കുനിഞ്ഞിരുന്നായി നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ചെവിയും ഷോൾഡറും പാരലായിട്ട് വരേണ്ട 2 സാധനങ്ങളാണ്. ഈ അമിതമായിട്ട് മൊബൈൽ നോക്കുന്നവർ ശ്രദ്ധിച്ചാൽ മതി, അവരുടെ ഷോൾഡർ ഫ്രണ്ടിലോട്ടാവും. കാരണം കൈ ഇങ്ങനെ ഇരുന്ന അവർ ചെയ്യുന്നത്. ഇങ്ങനെ ഷോൾഡർ ഫ്രണ്ടിലോട്ടായിട്ട് നമ്മൾ വെച്ചിട്ട് നമ്മളിന്ന് ശ്വാസം എടുത്ത് നോക്കിയേ, നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാണും. അപ്പം അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അതായത് സെർവൈക്കൽ സ്പോണ്ടിലിസ് വരും, വെർട്ടിഗോ എന്ന് പറഞ്ഞ അസുഖം വരും, നമ്മുടെ കണ്ണിന് ഡ്രൈനെസ് വരും ഭയങ്കര. എപ്പോഴും കുഞ്ഞുങ്ങൾ ഇത് പറയത്തില്ല, എന്താ വെച്ചാൽ അവർക്ക് പിന്നെ നമ്മൾ മൊബൈൽ കൊടുക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ പറയത്തില്ല. അവരോട് നിങ്ങൾ നോക്കിയാൽ മതി, ഒരുപാട് സ്റ്റിഫ്നെസ് ഉള്ളവരോട് ഇങ്ങനെ തോളത്തില്ല ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റിഫ്നെസ് കുറവാണ്. അങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ സ്റ്റിഫ്നെസ് കൂടും. കാരണം ഒരു 16-17 വയസ്സുള്ള പിള്ളേർക്കൊക്കെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡി, അവർക്ക് വളരെ നിസ്സാരമായിട്ട് പിടിക്കാം അങ്ങനെ. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. മൊബൈൽ ഉപയോഗിക്കേണ്ടെന്നില്ല, ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫിസിക്കലിയും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, മെൻ്റലി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം AI ആണ്, കാണുന്ന വീഡിയോസ് തന്നെ വീണ്ടും അവർ ചെയ്യും. ഗെയിംസിൽ അഡിക്റ്റ് ആകും പിള്ളേർ, വീണ്ടും അവരത് ഓരോന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കും, പുതിയ ഗെയിംസ് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കും. നമ്മളറിയാതെ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് അതുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും. കാരണം പുതിയ വെപ്പൺസ് കിട്ടണം, പുതിയ ഗെയിംസ് കിട്ടണം. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. അത് നമ്മൾ മനസ്സിലാക്കാൻ, നമുക്ക് അവരോട് സ്നേഹത്തോടെ അത് മാറ്റാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ വന്നേ ഉള്ളൂ. താങ്ക് യു, ബൈ.